കാണില്ലേ കേറിപ്പോലെ. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്നേ തൃശ്ശൂർ ജില്ലയിൽ മാള പൂപ്പത്തി എന്ന് പറഞ്ഞ സ്ഥലം, ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ 1200 സ്ക്വയർ ഫീറ്റ് തറയുമായിട്ടുള്ളൊരു വീഡിയോ വിട്ടിരുന്നു. അത് നിഖിൽ എന്ന് പറഞ്ഞ ആളുടെ മൂപ്പര് കൂടെ നമ്മുടെ ബാക്കിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പോലെട്ടാ കാര്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക് നമ്മളിവിടെ ചെയ്ത് ഇന്ന് ഇവിടെ വർക്ക് അവസാനിച്ചു. അപ്പോൾ പൂർണ്ണമായും സിമെൻറ്റ് ഇല്ലാതെയാണ് നമ്മളത് അടിച്ച് പാക്ക് ചെയ്ത്, നിങ്ങൾക്ക് എൻ്റെ കഴിഞ്ഞ വീഡിയോകളിൽ നോക്കിയാൽ കാണാം. അത് അടിച്ച് പാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ 5 ചട്ടിക്ക് ഒരു ചട്ടി സിമെൻറ്റ് ഉപയോഗിച്ചിട്ട് തേപ്പിൻ്റെ മണലും ഉപയോഗിച്ച് സൈഡെല്ലാം അടച്ച് ഇതുപോലെ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം വർക്ക്. മേലെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ 1200 സ്ക്വയർ ഫീറ്റ് തറ എന്ന് പറയുന്നത് ഇതിൻ്റെ 3 അടിയോളം ഫൗണ്ടേഷൻ തന്നിട്ടുണ്ട്. താഴ്ചയും 2 അടി വീതി, പിന്നെ 2 അടിക്ക് അദ്ദേഹത്തിന് 2 അടി തറ വേണമെന്ന് പറഞ്ഞു. 6 ഇഞ്ച് ബെൽറ്റ് മൊത്തം. അപ്പോൾ നമ്മളത് ഒരു കോല് ഉയരത്തിലേക്ക് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരുന്നത്. ഒരു 54 സെൻറ്റിമീറ്റർ തറ വെച്ചു, ബാക്കി 5 സെൻറ്റിമീറ്റർ ബെൽറ്റ് കൊടുക്കും. ബാലൻസ് വരുന്ന 72 സെൻറ്റിമീറ്റർ ടോട്ടൽ അതിലേക്ക് വരുന്ന ബാലൻസ് വരുന്നത് നമ്മൾ തറ പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് വിധാനം ചെയ്യാൻ പറയും, തേച്ചെടുക്കുന്നതാണ്. അങ്ങനെ ഒരു 72 സെൻറ്റിമീറ്റർ ഉയരാക്കി ഇവിടെ നിർത്തും. ഇപ്പോൾ വീട് നല്ല ഹൈറ്റ് വേണമെന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമുണ്ട്. അതിനനുസരിച്ചാണ് നമ്മൾ തറ ഉയർത്തിയിരിക്കുകയാണ്. നല്ല രീതിയിലാണ് ചെയ്തത്. കല്ലിന് കുറച്ച് മോശമായ കല്ലാണ് നമുക്ക് വന്നെങ്കിലും കൂടി അത് വളരെ വൃത്തിയായ നല്ല രീതിയിൽ നമ്മൾ അടിച്ച് പാക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഉറപ്പോടുകൂടിയാണ്. സിമെൻറ്റ് ഇല്ലെങ്കിലും ധൈര്യമായിട്ട് 2 നില വരെ കയറ്റാം. ഒന്ന് ഇവിടുത്തെ ഭൂമി എന്ന് പറഞ്ഞാൽ കല്ലും പ്രദേശമാണ്. ഇവിടെ ബൾജാവുന്ന പ്രശ്നങ്ങളോ ചതുപ്പ് നിലോ അങ്ങനെയൊന്നുമില്ല. ബെൽറ്റ് ഇല്ലെങ്കിലും കൂടി ഇതുമ്പോൾ നമുക്ക് ലോഡ് ചെയ്യാവുന്നതാണ്. ആ ലെവലിലാണ് നമ്മൾ തറ പാക്ക് ചെയ്തിരിക്കുന്നത് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തറ പണി നമ്മൾ അവസാനിച്ചു. അടുത്ത വർക്ക് ഞങ്ങൾക്കിവിടെ പറവൂർ ഭാഗത്താണ്, ആല കോട്ടപ്പുറം എന്ന് പറഞ്ഞ ഭാഗത്താണ്. അപ്പോൾ നാളെ മുതൽ അവിടെയാണ്. അപ്പോൾ നമുക്ക് ഈ വർക്കിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ നിങ്ങൾ വരും അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം, ആൾക്ക് താല്പര്യം ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് നമുക്കറിയണ്ടേ. അപ്പോൾ കയറി വാ. അതെന്താണ് താങ്കൾക്ക് നമ്മൾ ചെയ്ത വർക്കിന് എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടോ അല്ലെങ്കിൽ ഇഷ്ടമായോ എങ്ങനെയാണ് പറയുന്നത്? അപ്പോൾ എന്താ വെച്ചാൽ ഇദ്ദേഹം ഒരു 6 മാസം ചെയ്യുന്നുള്ളൂ. 6 മാസം മുമ്പ് നമ്മളെ എന്താ പറയുക വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തു. ഇങ്ങനെ വീട് പണിയാനുണ്ട്, വന്ന് നോക്കണമെന്ന് പറഞ്ഞ് നമ്മളിവിടെ വന്ന് കണ്ടു. പുള്ളിക്കാരൻ വേറെ ആരെയും ഏൽപ്പിച്ചില്ല. ഇവിടെ വേറെ പണിക്കാരില്ലാണ്ടൊന്നല്ല, നമ്മൾ തന്നെ പണിയുന്ന ആൾ നിർബന്ധം പറഞ്ഞതുകൊണ്ട് വേറെ വർക്ക് ഞങ്ങൾക്ക് കൊല്ലം ജില്ലയിലുണ്ട്. അത് വരെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ജനുവരി ചെയ്യേണ്ടത്, ഇപ്പോഴും അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് ഇനി ലീവ് കുറവാണ്. അപ്പോൾ ഈ തറപ്പണി കഴിഞ്ഞ് ബെൽറ്റ് അടിച്ച് തറയുടെ ഫില്ലിങ് കഴിഞ്ഞ് ആൾക്ക് പോകണം. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ വർക്ക് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഇവിടെ നിന്നാണ്. അപ്പോൾ ആൾക്ക് അത് നല്ല താല്പര്യപ്പെടുന്ന രീതിയിൽ തന്നെയാണ്. നമ്മൾ യാതൊരു ഉടായ്പുമില്ല, കള്ളത്തരം ഇല്ലാതെ നല്ല രീതിയിൽ. നമുക്കിവിടെ കരാറൊന്നുമില്ല, കൂലിക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കരാറായാലും കൂലിയായാലും നമ്മൾ ചെയ്യുന്ന രീതികൾ വളരെ സ്ലോവിൽ കല്ലടിച്ച് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സിമെൻറ്റിൽ പണിയുന്നതിനേക്കാളും ബെറ്ററായിട്ട് തന്നെയാണ് നമ്മൾ DR വർക്ക് ചെയ്തിരിക്കുന്നത്. അത് അദ്ദേഹത്തിന് താല്പര്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത വർക്കുമായിട്ട് നമ്മൾ ഇനി വരുന്ന അടുത്ത വർക്ക് നമുക്ക് പറവൂർ ഭാഗത്താണ്, ആല കോട്ടപ്പുറം എന്ന് പറയുന്നത്. ആ വർക്കുമായിട്ട് വരാം. അതുവരെയും നമസ്കാരം സുഹൃത്തുക്കളെ.